ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചന്ദ്രികയുടെ മിസ്സിങ്ങിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹേഷിനെയാണ് ആദ്യം തന്നെ മഹേന്ദ്രനും ലക്ഷ്മിയും അതുപോലെ സിദ്ധാർത്ഥും സംശയിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഹേഷിനെ തന്നെ വിളിച്ചപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്തിൻ്റെ ആവശ്യത്തിനാണ് എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നതെന്ന്. അപ്പോൾ മഹേഷിനോട് പറയാണ് ചന്ദ്രിക മിസ്സിംഗ് ആണ്, അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്കെതിരെയാണ് പരാതി തന്നിരിക്കുന്നത്. അത് കേട്ടത് മഹേഷ് വല്ലാതെ പതറി നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇനിയൊരു മണിക്കൂർ കൊണ്ട് നീ ഇവിടെ സ്റ്റേഷനിൽ എത്തിയിരിക്കണം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ ആ ഒരു ഞെട്ടൽ വിട്ടതിന് ശേഷം മഹേഷ് പോലീസുകാരനോട് പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? ചന്ദ്രികയെ കാണുന്നില്ലെന്നോ? സാർ, എനിക്ക് സത്യമായിട്ടൊന്നും അറിയില്ല സാർ. മഹേഷ് നിരപരാധിത്വത്തോടെ സംസാരിച്ചപ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ട്, മുൻപ് നീയല്ലേ ചന്ദ്രികയെ ശ്രീലങ്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്? അത് കേട്ടത് മഹേഷ് ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും പോലീസുകാരൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇനി തിരിച്ച് കൂടുതലൊന്നും സംസാരിക്കാനാവില്ല എന്ന് മഹേഷിന് അറിയായിരുന്നു. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇനി കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് സ്റ്റേഷനിലേക്ക് വരാൻ നോക്ക്, അതാ നിനക്ക് നല്ലത്. അപ്പോൾ മഹേഷ് പറയാണ്, ശരി സാർ, ഞാനിപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വരാം. കോള് കട്ട് ചെയ്തതിന് ശേഷം മഹേഷ് ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രികയെ കാണുന്നില്ല എന്നോ? അവൾ എവിടെ പോയിട്ടുണ്ടാവും? മഹേഷ് നേരെ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് പോലീസുകാരൻ സിദ്ധാർത്ഥിനോടും മഹേന്ദ്രനോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇനി മഹേഷ് അല്ലാതെ ചന്ദ്രയ്ക്ക് വേറെ ആരെങ്കിലും എതിരാളികളായിട്ടോ ശത്രുക്കളായിട്ടോ ഉണ്ടോ? ആ ഒരു ചോദ്യം കേട്ട സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിയൊക്കെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. സിദ്ധാർത്ഥ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവൻ പറയുന്നുണ്ട്, സർ, എനിക്കറിയാവുന്ന പോലെയാണെങ്കിൽ മേഘയും ചന്ദ്രികയുടെ ശത്രു തന്നെയാണ് സർ. മേഘയെയും സാർ വിളിച്ച് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സത്യം അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ എനിക്ക് ചന്ദ്രികയുടെ ഈ ഒരു തിരോധാനത്തിന് പിന്നിൽ മേഘയ്ക്ക് എന്തോ ഒരു പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. ശരി, എങ്കിൽ പിന്നെ മേഘയുടെ നമ്പർ കൂടി താ. അപ്പോൾ സിദ്ധാർത്ഥ് മേഘയുടെ നമ്പർ പോലീസുകാരന് പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ വേഗം തന്നെ മേഘയെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ കോൾ വരുന്നത്. അറിയാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ മേഘ എടുത്തിട്ട് സംസാരിക്കുകയാണ്. ഹലോ, ആരാണ്? അപ്പോൾ പോലീസുകാരൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മേഘ, ഞാൻ അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത്? അത് കേട്ടതും മേഘ ചെറുതായിട്ടൊന്ന് പതറിയിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നതെന്ന് മേഘയ്ക്ക് ആദ്യം തന്നെ അറിയായിരുന്നു. എന്നിട്ടും അവൾ കൂളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ വീട്ടിലുണ്ട്, എന്താ സർ കാര്യം? അപ്പോഴാണ് കമ്മീഷണർ പറയുന്നത്, ചന്ദ്രികയെ വൈകുന്നേരം മുതൽ കാണുന്നില്ല എന്ന് അവളുടെ അച്ഛനും അമ്മയും പരാതി തന്നിട്ടുണ്ട്. മേഘ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ തിരിച്ചൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടുള്ള അയാൾ പറയുന്നുണ്ടായിരുന്നു, അത് സംബന്ധമായിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യാനുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരണം. മേഘ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നെങ്കിലും തിരിച്ചവൾ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. എന്താ സാർ ഇത്? അവരുടെ മകളെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ എന്തിനു ചോദ്യം ചെയ്യണം? മേഘ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നോക്ക് മേഘ, ചന്ദ്രികയുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ മേൽ സംശയമുണ്ട്. അത് കേട്ട സമയത്ത് മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയാണ്, അതുകൊണ്ട് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഹകരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്നിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരും. അത് കേട്ട സമയത്ത് മേഘ വല്ലാതെ ഭയന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, അയ്യോ, ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇനി എൻ്റെ പേരിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവുമോ? ഞാൻ പോയിട്ട് എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ച് പോകുമോ? മേഘ വല്ലാതെ ഭയത്തോടെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൾ അദ്ദേഹത്തോട് മറുപടി പറയുന്നുണ്ട്, സർ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. സാറിന് എന്നെ ചോദ്യം ചെയ്യാം, പക്ഷെ ഞാനൊരു കാര്യം പറയാം. ചന്ദ്രികയെ കാണാതായതിലും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾ വിളിച്ചത് കൊണ്ട് മാത്രം ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് മേഘ കോള് കട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അയ്യോ, ഇനി ഞാൻ അവിടെ പോയിട്ട് ചോദ്യം ചെയ്യുന്നതിന് എന്തെങ്കിലും തെറ്റിപ്പോയാൽ എന്താ ചെയ്യുക? എന്തായാലും അച്ഛനെ ഫോൺ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയിക്കണം. മേഘയുടെ കോള് വരുന്ന സമയത്ത് ശരവണൻ പുറത്താണ് ഉണ്ടായിരുന്നത്. മേഘ വിളിക്കുന്ന കണ്ടപ്പോൾ അയാൾ വിചാരിക്കുന്നുണ്ട്, ഇതെന്തിനായിരിക്കും ഈ സമയത്ത് മേഘ വിളിക്കുന്നതെന്ന്. മേഘയുടെ ഫോൺ എടുത്തപ്പോൾ തന്നെ അവൾ പതറിക്കൊണ്ട് പറയുകയാണ്, അച്ഛാ, ചന്ദ്രികയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനും അമ്മയും പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അത് കേട്ടത് ശരവണൻ ആദ്യമൊന്നും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണോ മോളെ? അതെ അച്ഛാ, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ അഡ്വക്കേറ്റുമായിട്ട് സ്റ്റേഷനിലേക്ക് വരട്ടെ മോളെ. പെട്ടെന്ന് തന്നെ മേഘ അത് തടയുകയാണ്. വേണ്ട അച്ഛാ, നിങ്ങൾ ആവശ്യമില്ലാതെ ഇപ്പോൾ അഡ്വക്കേറ്റുമായിട്ട് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് മേലുള്ള സംശയം കൂടുകയാണ് ചെയ്യുക. ഈ വിഷയം ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. അദ്ദേഹം എന്നോട് എന്തൊക്കെ ചോദിച്ചാലും എൻ്റെ മേൽ സംശയം വരാത്ത രീതിയിൽ ഞാൻ ഇതിന് പ്രതികരിച്ചോളും. അപ്പോൾ ശരവണ മകളോട് പറയുന്നുണ്ട്, ശരി, ശ്രദ്ധയോടെ സംസാരിക്കണം മോളെ. എന്തെങ്കിലും ഒരു ചെറിയ സംശയം പോലീസുകാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യം അവർ നമ്മളെ കൊണ്ട് തന്നെ പറയിക്കും. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട അച്ഛാ, ഈ ഒരു കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ കോള് കട്ട് ചെയ്യാണ്. കോള് കട്ട് ചെയ്തെങ്കിലും ശരവണന് സമാധാനം ഉണ്ടായിരുന്നില്ല. അയാളിങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്,
മേഘയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണല്ലോ. എന്താ ചെയ്യുക? എന്തായാലും എത്രയും പെട്ടെന്ന് മുരുകനെ കോൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കണം. എന്നിട്ട് അയാൾ വേഗം തന്നെ ആ ഗുണ്ടയെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചന്ദ്രികയുടെ സ്കൂട്ടർ എവിടെയാണുള്ളതെന്ന്. അപ്പോൾ അത് തൻ്റെ കൈവശമുണ്ടെന്ന് പറയുന്ന സമയത്ത് ശരവണൻ പറയാണ് അത് എത്രയും പെട്ടെന്ന് താൻ പറയുന്ന സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അയാൾ ആകെ പരവശനായിട്ടാണ് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സ്റ്റേഷനിലാണെങ്കിൽ ലക്ഷ്മി ആകെ സങ്കടത്തോടെ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, സിദ്ധു എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ചന്ദ്രികയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണോ? സിദ്ധാർത്ഥ അവരെ സമാധാനിപ്പിക്കുകയാണ്. ആൻറ്റി നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ചന്ദ്രികയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ധൈര്യത്തോടെ ഇരിക്കുക. അത് കേട്ടെങ്കിലും ലക്ഷ്മിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എന്തോ മേഘയാണ് ചന്ദ്രികയെ കടത്തിക്കൊണ്ടു പോയതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. അപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മേഘ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. എന്തോ മഹേഷാണ് ചന്ദ്രികയെ കടത്തിക്കൊണ്ടു പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, മഹേഷ് നന്നായിട്ടുണ്ട്, അവനെ തിരുത്തിയിരിക്കുകയാണ്. ഇനി അവൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ മേഘ തന്നെയാണ് ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, ഇല്ല സിദ്ധു, ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് ശരി, മേഘ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് മഹേഷ് തന്നെയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹേഷ് എത്ര നന്നായി എന്ന് പറഞ്ഞാലും അവൻ്റെ ഉള്ളിലൊരു ക്രിമിനലുണ്ട്. തീർച്ചയായിട്ടും അവൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മേഘ ഇങ്ങനെയൊരു ക്രൂരത ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അത് കേട്ടത് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ മഹേഷ് നമ്മുടെ മോള് ചന്ദ്രികയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ലേ? എൻ്റെ മോള് ജീവനോടെ ഉണ്ടാവുമോ? അതോ അവൾക്കിനി എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ മഹേന്ദ്രൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കരയാതെ ലക്ഷ്മി. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, എന്താ അങ്കിൾ ഇത്? ആൻറ്റിയെ സമാധാനിപ്പിക്കേണ്ടത് നിങ്ങളല്ലേ? ഈ സമയത്ത് നിങ്ങളും ഇങ്ങനെ ടെൻഷനായാലോ? പക്ഷെ അവർ രണ്ടുപേരും വല്ലാത്ത സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ആൻറ്റി വിഷമിക്കാതിരിക്കെ, വിശ്വസിക്കുക ദൈവത്തിൽ, തീർച്ചയായിട്ടും ചന്ദ്രിക തിരിച്ചു വരും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കോൺസ്റ്റബിൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മീഷണർ ചോദിക്കുന്നുണ്ട്, പറ, വന്ന കാര്യം പറ. ചന്ദ്രികയുടെ ഫോൺ അവസാനമായിട്ട് ഒരു കാട്ടിൻ്റെ അടുത്ത് വെച്ചാണ് നിന്നിട്ടുള്ളത്. അതിനുശേഷമാണ് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അത് കേട്ട സമയത്ത് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആ ഒരു സ്ഥലത്ത് വെച്ചോ? ചന്ദ്രിക എന്തിനാ അങ്ങോട്ട് പോവണം? ഇല്ല, ഒരിക്കലും ചന്ദ്രിക അങ്ങോട്ട് പോവുകയില്ല. അയാൾ ആകെ പതറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, മഹേന്ദ്രൻ ടെൻഷൻ അടിക്കാതെ, ഞങ്ങളിതൊന്ന് അന്വേഷിക്കട്ടെ, നിങ്ങൾ തൽക്കാലം പുറത്തു പോയിരിക്കുക. സിദ്ധാർത്ഥ് ഇവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. ശരി സർ, വാ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും കൂട്ടിയിട്ട് സിദ്ധാർത്ഥ് പുറത്തേക്ക് പോവുകയാണ്. സ്റ്റേഷന് പുറത്തിറങ്ങിയ ശേഷമാണ് അവർ കാണുന്നത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷിനെ കണ്ട സമയത്ത് മഹേന്ദ്രന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മഹേഷ് ആണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനോട് അവൻ ചോദിക്കുകയാണ്, സർ ചന്ദ്രയ്ക്ക് എന്താ പറ്റിയത്? അവൾ എവിടേക്കാണ് പോയത്? പക്ഷെ അത് കേട്ട സമയത്ത് മഹേന്ദ്രൻ ദേഷ്യത്തോടെ വന്നിട്ട് മഹേഷിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. ഏയ്, ചന്ദ്രിക എന്താടാ ചെയ്തത്? എങ്ങോട്ടേക്കാടാ തട്ടിക്കൊണ്ടുപോയത്? പെട്ടെന്ന് അയാൾ അങ്ങനെ ചോദിച്ചപ്പോൾ മഹേഷും പതറിയിട്ട് നിൽക്കുകയാണ്. അവനെന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. മഹേന്ദ്രനാണെങ്കിൽ വന്ന ദേഷ്യത്തിന് പെട്ടെന്ന് തന്നെ മഹേഷിൻ്റെ കവിളത്ത് നോക്കി പൊട്ടിച്ചു കൊടുക്കുകയാണ്. മഹേന്ദ്രൻ അങ്ങനെ ചെയ്യുന്ന സിദ്ധു പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ വിളിക്കുന്നുണ്ട്, അങ്കിൾ. അപ്പോൾ മഹേഷ് താഴ്മയോടുകൂടിയാണ് സംസാരിക്കുന്നത്. സർ ഞാൻ ചന്ദ്രികയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. മഹേഷ് ഒരു കുറ്റബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അന്ന് ഞാൻ പണത്തിന് ആവശ്യമുള്ളതുകൊണ്ടും പണത്തിനോടുള്ള ആർത്തി കാരണവും മേഘ മേഡം പറഞ്ഞത് കേട്ടിട്ട് ഓരോന്ന് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ അതൊക്കെ തിരുത്തിയിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കൂ സർ. മഹേഷിൻ്റെ സംസാരത്തിൽ തികച്ചും സത്യസന്ധത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അവനെ ഉപദ്രവിക്കാൻ മഹേന്ദ്രന് തോന്നിയതുമില്ല. ലക്ഷ്മിയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിനോടായിട്ട് മഹേഷ് പറയുന്നുണ്ട്, സിദ്ധു സർ നിങ്ങളെങ്കിലും പറയൂ സർ, ഞാൻ നന്നായി എന്ന് പറഞ്ഞൊന്ന് സാറിനെ മനസ്സിലാക്കൂ. അപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എടാ ദുഷ്ട, ചന്ദ്രിക നീ എന്താ ചെയ്തത്? അവളിപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ നീ അവളെ കൊന്നോ? പറയടാ, നീ അവളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പറ. ഇല്ല, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ടും ചന്ദ്രികയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോഴേക്കും മഹേന്ദ്രൻ വീണ്ടും അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സത്യം പറയുന്നോ ഇല്ലയോ? എവിടെയാണ് അവളെ തട്ടിക്കൊണ്ട് പോയത്? അത് മാത്രം പറ. അയാളിങ്ങനെ മഹേഷിന് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ മഹേഷ് താഴ്മയോട് പറയുന്നുണ്ട്, ഇല്ല സർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്ക്. മഹേഷ് വീണ്ടും സിദ്ധാർത്ഥിനെ നേരെ നോക്കിയിട്ട് പറയാണ്, സിദ്ധു സർ നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദയവ് ചെയ്ത് ഞാൻ മാറിയിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. പക്ഷെ അതൊന്നും കേൾക്കാതെ മഹേന്ദ്രൻ ഇങ്ങനെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടുള്ള പോലീസുകാരൻ അകത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് നടക്കുന്ന ബഹളമൊക്കെ കേട്ടിട്ടാണ് അയാൾ വന്നപ്പോൾ തന്നെ അയാൾ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, മഹേന്ദ്രൻ അയാളെ വിടാൻ നോക്ക്, അവനെ ഞാൻ ചോദ്യം ചെയ്തോളാം. ഏയ് അകത്തേക്ക് വാടാ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. അവർ 3 പേരും ആകെ സങ്കടത്തോടു കൂടിയാണ് അവിടെ പുറത്ത് നിൽക്കുന്നത്. മഹേഷിനെയും കൂട്ടി അകത്തേക്ക് വന്നതിന് ശേഷം കമ്മീഷണർ ചോദിക്കുന്നുണ്ട്, ഏയ് ഇന്ന് വൈകുന്നേരം നീ എവിടെയാണ് ഉണ്ടായിരുന്നത്?
അപ്പോൾ മഹേഷ് അവനുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാ നീ അങ്ങോട്ടേക്ക് പോയത്? അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹേഷ് പറയാണ്, ഞാനൊരു ജോലിക്കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. അപ്പോൾ കോൺസ്റ്റബിളിനെ വിളിച്ചു വരുത്തിയിട്ട് കമ്മീഷണർ പറയാണ്, നോക്ക്, വൈകുന്നേരം ഇവൻ KK നഗറിലുണ്ടായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് ഈവനിങ് ആ ഏരിയയിൽ ഇവൻ ഉണ്ടായിരുന്നോ നോക്ക്. മഹേഷിനോട് തന്നെ അയാൾ അവൻ്റെ നമ്പർ ചോദിച്ച് വാങ്ങിക്കുകയാണ്. എന്നിട്ട് കമ്മീഷനോട് പറയുന്നുണ്ട്, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം സർ. മഹേഷ് കൈകളൊക്കെ കെട്ടി നിരപരാധിയായിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, മഹേഷ്, നീ തന്നെ സത്യം തുറന്നു പറയാൻ നോക്ക്. അപ്പോൾ നിനക്ക് അടിയിൽ നിന്നും രക്ഷപ്പെടാം. അതല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ തല്ല് വാങ്ങിക്കുന്ന അവസ്ഥയിലാവും. അപ്പോൾ മഹേഷ് സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്, സർ, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. ഞാനിപ്പോൾ നന്നായി. മുൻപ് മേഘ മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ചന്ദ്രികയെ കടത്തിക്കൊണ്ട് പോയത് സർ. ഞാൻ ഒരു തെറ്റു ചെയ്തിട്ടില്ല സർ. അപ്പോൾ കമ്മീഷണർ ചോദിക്കുകയാണ്, അപ്പോൾ മേഘ പറഞ്ഞിട്ടാണോ നീ പണ്ട് ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോയത്? അതെ സർ. മേഘ ചന്ദ്രികയെ എന്തിനാണ് തട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത്? അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ മഹേഷ് കമ്മീഷണറോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അയാൾ പറയുന്നുണ്ട്, ശരി, നീ ഇവിടെ തന്നെ നിൽക്ക്. മഹേഷ് അവിടെ കമ്മീഷണറുടെ മുറിയിൽ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് കമ്മീഷണർ ഇറങ്ങി പുറത്ത് മഹേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കമ്മീഷണറെ കണ്ടപ്പോൾ മഹേന്ദ്ര ചോദിക്കുന്നുണ്ട്, മഹേഷ് സമ്മതിച്ചോ സർ? അവൻ തെറ്റൊക്കെ ഏറ്റെടുത്തോ? അപ്പോൾ കമ്മീഷണർ പറയാണ്, തെറ്റ് ചെയ്തവൻ പെട്ടെന്നൊന്നും സമ്മതിക്കില്ല. ഈ നിമിഷം വരെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ തല്ലിയിട്ട് നോക്കാം. അപ്പോഴേക്കും അവൻ സത്യം പറയുമോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലക്ഷ്മിയും മഹേന്ദ്രനും തലയാട്ടുകയാണ്. പക്ഷേ സിദ്ധാർത്ഥന് അപ്പോഴും മഹേഷിൻ്റെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ പറയുന്നതിനോട് അവനിക്ക് യോജിക്കാനും സാധിക്കുന്നില്ല. ആ സമയത്താണ് മേഘ അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നത്. മേഘയെ കാണുന്ന സമയത്ത് സിദ്ധാർത്ഥനും ലക്ഷ്മിക്കും മഹേന്ദ്രനും ഒരുപോലെ ദേഷ്യം വരികയാണ്. മേഘ അവരുടെ അടുത്തെത്തിയ സമയത്ത് ലക്ഷ്മി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഏയ് മേഘ, ചന്ദ്രിക നീ എന്താടി ചെയ്തത്? മേഘയ്ക്ക് നല്ല പതർച്ചയുണ്ടായിരുന്നെങ്കിലും അത് അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അവൾ നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പറയടി, എൻ്റെ മോളെ നീ എന്താ ചെയ്തത്? നീ എങ്ങോട്ടേക്ക് അവളെ തട്ടിക്കൊണ്ട് പോയത്? അപ്പോഴേക്കും മേഘ കൂളായിട്ട് പരിഹാസത്തോടെ പറയുന്നുണ്ട്, എന്താ കളിക്കുകയാണോ? ഞാനേ ഒന്നും ചെയ്തിട്ടില്ല. മഹേന്ദ്രൻ്റെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറയാണ്, ചന്ദ്രികയെ വൈകുന്നേരം തൊട്ട് കാണുന്നില്ല. സത്യം പറ, നീ അവളെ എന്താ ചെയ്തത്? എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയും? മേഘ അയാളോട് പരിഹാസത്തോടെ പറയാണ്. അതിനുശേഷം കമ്മീഷനോട് പറയുന്നുണ്ട്, സർ, ഒരു കാര്യമില്ലാതെ ഇവരെന്നെ വെറുതെ സംശയിക്കുകയാണ്. ഞാൻ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന വളരെ വലിയ ഉന്നത സ്ഥാനത്തുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്നെ വിളിച്ച് സംസാരിപ്പിക്കാൻ നിന്നാൽ എന്നെക്കുറിച്ച് മീഡിയാസിലൊക്കെ ന്യൂസ് വരും. അതെൻ്റെ കമ്പനിയെ വളരെ മോശമായി ബാധിക്കും. അത് പറഞ്ഞിട്ട് മേഘ അവരെ 3 പേരെയും മാറി മാറി നോക്കുകയാണ്. അതിനുശേഷം കമ്മീഷനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ സൊസൈറ്റിയിലൊരു വിലയുണ്ട്. അത് സ്പോയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർ. നിങ്ങൾ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി അങ്ങോട്ട് ഇതുപോലെ എൻക്വയറി എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ എന്നെ വിളിച്ചു വരുത്തരുത്. മേഘ വലിയൊരാളാവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ കമ്മീഷനോട് സംസാരിച്ചിട്ട് അത് നിങ്ങളോട് പറയണോ? ശരി, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് കമ്മീഷണർ മേഘയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് മേഘ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മഹേഷിനെയാണ് കാണുന്നത്. അവർ രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ടായിരുന്നു. മഹേഷിനോട് മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തത് പ്രകടമാണ്. അതിനുശേഷം പരസ്പരം ഇരുന്നതിന് ശേഷം കമ്മീഷണർ ചോദിക്കുന്നുണ്ട്, ശരി പറയൂ, വൈകുന്നേരം നിങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ചോദ്യമായതുകൊണ്ട് മേഘ വല്ലാതെ ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. അവൾ ചിന്തിക്കുകയാണ്, അയ്യോ, വൈകുന്നേരം അച്ഛൻ്റെ വീട്ടിലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ എൻ്റെ മേൽ സംശയം ഉണ്ടാവും. അച്ഛൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നതെന്ന് പറയാതെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് കള്ളം പറയാം. എന്താ മേഘ ആലോചിക്കുന്നത്? കമ്മീഷണർ ചോദിക്കുകയാണ്. പെട്ടെന്ന് മേഘ പറയുന്നുണ്ട്, ഞാൻ അടയാറിലുണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. വൈകുന്നേരമാണ് ഞാൻ അവിടെ നിന്നും വന്നത്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ചന്ദ്രികയെ നീ ഈ രാവിലെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാനിന്ന് അവളെ കണ്ടിട്ടേ ഇല്ല. മേഘ പറഞ്ഞപ്പോൾ കമ്മീഷണർ ചോദിക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോയത് നിങ്ങൾ പറഞ്ഞിട്ടാണെന്നാണല്ലോ അറിഞ്ഞത്. അത് കേട്ടതും മേഘ ദേഷ്യത്തോടെ മഹേഷിനെ നോക്കുകയാണ്. എന്നിട്ട് അവൾ പോലീസിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങളോട് ആരാ പറഞ്ഞത്? ദാ ഈ നിൽക്കുന്ന മഹേഷ് തന്നെയാണ് പറഞ്ഞത്. എന്തിനാ ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോയത്? അത് കേട്ടതും മേഘ ഒന്ന് വല്ലാതെ പതറിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ അടുത്തൊരു സൂത്രം പ്രയോഗിക്കുകയാണ്, സർ, ഞാൻ മഹേഷിനോട് ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോകാനല്ല പറഞ്ഞത്. അത് കേട്ടതും മഹേഷ് ആകെ ഞെട്ടിത്തരിച്ചിട്ട് മേഘയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മേഘ ഒരു കൂസലില്ലാതെ പറയുന്നുണ്ട്, മഹേഷിന് ചന്ദ്രികയുടെ കൂടെ ചേർന്ന് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അവനിങ്ങനെ മേഘയെ തന്നെ നോക്കിക്കൊണ്ട് അതിശയത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അവൾ നിങ്ങളുടെ ഭാര്യയല്ലേ? നീ അവളെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് കല്യാണം കഴിച്ചോന്ന് ഞാൻ പറഞ്ഞു. അവനങ്ങനെ തട്ടിക്കൊണ്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല സർ. ഞാൻ പറഞ്ഞത് അവൻ തെറ്റിദ്ധരിച്ചതാണ്. ഇവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന് എന്നെ പറഞ്ഞിട്ട് എന്താ സർ ചെയ്യുക?
ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കേട്ടതും മഹേഷ് പറയുന്നുണ്ട്, മാഡം എന്തൊക്കെയാ ഈ പറയുന്നത്? എന്തിനിങ്ങനെ കള്ളം പറയുന്നത്? സർ, ഇവർ കള്ളം പറയുന്നതാ സർ. ഇവർ എന്നോട് ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞതിന് ഞാൻ ഫോണിൽ റെക്കോർഡൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് സർ. മേഘ ചെറുതായിട്ടൊന്ന് പതറിയെങ്കിലും പെട്ടെന്ന് അവൾ പറയുന്നുണ്ട്, സർ അതൊക്കെ കഴിഞ്ഞ് അവസാനിച്ച വിഷയങ്ങളാണ്. അതിനും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇപ്പോൾ എന്തിനാ സർ അതൊക്കെ എടുത്തിരുന്നത്? അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, ചന്ദ്രികയെ കണ്ടുകിട്ടിയില്ലെങ്കിൽ ഇനിയും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടി വരും. ശരി, തൽക്കാലം ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കോ എന്ന് മേഘയോട് പറഞ്ഞത് കേട്ടതും താങ്ക്സ് പറഞ്ഞുകൊണ്ട് മേഘ അവിടുന്ന് വേഗം ഇറങ്ങിപ്പോവാണ്. മേഘ അവരെ ആരെയും തന്നെ ഗൗനിക്കാതെ അവിടുന്ന് വേഗം പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പിന്നീന്ന് വിളിക്കുന്നുണ്ട്, ഏയ് മേഘ. അത് കേട്ടതും മേഘ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അവളൊരു പതർച്ചയില്ലാതെ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ? അപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറയാണ്, എനിക്ക് നിൻ്റെ മേലാണ് സംശയമുള്ളത്. ചന്ദ്രികയെ നീ എന്താ ചെയ്തത്? മര്യാദയ്ക്ക് സത്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് ഞാനുള്ളത്. മലര് രാവിലെ തൊട്ട് ചോദിക്കാൻ തുടങ്ങിയതാ അവളുടെ അമ്മ എവിടെ, അമ്മ എവിടെയെന്ന്. അവളോട് എന്താ മറുപടി പറയണ്ടേന്ന് പോലും അറിയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് പറ, ചന്ദ്രിക എവിടെ? അപ്പോൾ മേഘ പുച്ഛത്തോടെ പറയാണ്, എന്താ തമാശയാക്കുകയാണോ? അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് പരാതി കൊടുത്തിരിക്കല്ലേ, അവരന്വേഷിച്ച് അവളെ കണ്ടുപിടിച്ചോളൂ. അത് കേട്ടപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഒരു കാര്യം ഞാൻ പറയാം, ചന്ദ്രികയെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ മരണം അത് എൻ്റെ കൈകൊണ്ടായിരിക്കും. മേഘ അതത്ര ഗൗനിക്കാതെ വേഗം തന്നെ അവളുടെ കാറിലേക്ക് പോയിട്ട് അവിടുന്ന് റിവേഴ്സ് എടുത്ത് പോവുകയാണ്. അപ്പോഴും ചന്ദ്രികയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്തതിൻ്റെ ടെൻഷനിലാണ് ലക്ഷ്മിയും മഹേന്ദ്രനും സിദ്ധാർത്ഥവും ഒക്കെ നിൽക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.